ചന്ദനമരം കാണപ്പെടാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ചെന്തുരുണി. ചെന്തുരുണിയാണ് ചന്ദനമരം കാണപ്പെടാത്ത കേരളത്തിലെ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതെല്ലാം ജില്ലകളിലാണ്? ഉത്തരം ഇടുക്കി, പത്തനംതിട്ട. ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് പെരിയാർ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ് ആര്? ഉത്തരം ഗുണാർ മിർഡൽ. ഗുണാർ മിർഡലാണ് ഏഷ്യൻ ഡ്രാമയുടെ കർത്താവ്. GSTയിൽ ഉൾപ്പെടാത്ത പ്രധാന ഇനങ്ങൾ ഏവ? ഉത്തരം മദ്യം, വൈദ്യുതി, പെട്രോളിയം ഉത്പന്നങ്ങൾ. മദ്യം, വൈദ്യുതി, പെട്രോളിയം ഉത്പന്നങ്ങൾ എന്നിവയാണ് GSTയിൽ ഉൾപ്പെടാത്ത പ്രധാന ഇനങ്ങൾ. ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വംശജൻ ആര്? ഉത്തരം അജയ് ബംഗ. അജയ് ബംഗയാണ് ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വംശജൻ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ച ആദ്യ വ്യക്തി ആര്? ഉത്തരം ഗിരിജ വ്യാസ്. ഗിരിജ വ്യാസ് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പദവി 2 തവണ വഹിച്ച ആദ്യ വ്യക്തി. ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഏവ? ഉത്തരം ഇസ്ലാം മതം, ക്രിസ്തുമതം, സിഖ് മതം, ബുദ്ധമതം, പാഴ്സി മതം, ജൈനമതം എന്നിങ്ങനെ 6 എണ്ണം. ഇസ്ലാം മതം, ക്രിസ്തുമതം, സിഖ് മതം, ബുദ്ധമതം, പാഴ്സി മതം, ജൈനമതം എന്നിങ്ങനെ 6 എണ്ണങ്ങളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ. ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 3ാം രാജ്യം. ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്ന 3ാമത് രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ആദ്യമായി ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിച്ച രാജ്യമേത്? ഉത്തരം ഓസ്ട്രേലിയ. 2ാമത് സ്ഥാപിച്ചത് ന്യൂസിലാൻഡാണ്. ഓസ്ട്രേലിയയാണ് ലോകത്താദ്യമായി ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിച്ചത്. 2ാം സ്ഥാനം ന്യൂസിലാൻഡിന്. ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം ഏത്? ഉത്തരം വൃക്ക. വൃക്കയാണ് ആദ്യമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച മനുഷ്യാവയവം. ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി ഏത്? ഉത്തരം സബ് ലിംഗ്വൽ ഗ്രന്ഥി. സബ് ലിംഗ്വൽ ഗ്രന്ഥിയാണ് ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം തലാമസ്. തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. കെൽവിൻ സ്കെയിലിൽ ജലം തിളയ്ക്കുന്ന താപനില ഏത്? ഉത്തരം 373.15 കെൽവിൻ. 373.15 കെൽവിനാണ് കെൽവിൻ സ്കെയിലിൽ ജലം തിളയ്ക്കുന്ന താപനില. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മൈക്കൽ ഫാരഡെ. മൈക്കൽ ഫാരഡെയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ആദ്യ രാജ്യം ഏത്? ഉത്തരം USA. USA ആണ് ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച ആദ്യ രാജ്യം.